മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ആദ്യമായി ഡൽഹിയിലെത്തിയ വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനിടയില്ല. സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങും എന്നാണ് വിവരം. 11:30-ക്കാണ് സോണിയയുമായി കൂടിക്കാഴ്ച. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, KC വേണുഗോപാൽ എന്നിവരുമായി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നു. ശരത്ത്, അദ്ദേഹത്തിൻ്റെ ആദ്യ ഡൽഹി യാത്രയിൽ തന്നെ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിക്ക് കാണാനാകും എന്നായിരുന്നു ഇന്നലെ വരെ കരുതിയിരുന്നത്. പക്ഷേ അതിന്നുണ്ടാവില്ല എന്നാണല്ലോ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇന്ന് അവസരം ലഭിക്കാതെ പോയത്? മറ്റ് വിശദാംശങ്ങൾ എന്താണ്? സനീഷെ ഇപ്പോൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച ഇന്നത്തെ ദിവസം ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. 26-ാം തീയതി കാണാമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ മെസ്സേജ് എന്നാണ് കേരള ഹൗസ് അധികൃതർ പറയുന്നത്. ഏതായാലും ഇന്ന് കൂടിക്കാഴ്ചയില്ല. ഇപ്പോൾ ഖാർഗെയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ്. വി ഡി സതീശൻ നേരത്തെ ആദ്യത്തെ കൂടിക്കാഴ്ച KC വേണുഗോപാലായിരുന്നു. ഇത് അരമണിക്കൂർ നേരത്തോളം KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തി. ഒറ്റക്കൊറ്റക്കായിരുന്നു കൂടിക്കാഴ്ച. ഇപ്പോൾ ഖാർഗെയുമായ കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയം കൊണ്ട് അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, തൻ്റെ ആദ്യ കൂടിക്കാഴ്ച രാഷ്ട്രീയപരമായ കൂടിക്കാഴ്ച എന്ന് വേണം പറയാം. തന്നെ മുഖ്യമന്ത്രിയാക്കിയ ഹൈക്കമാൻഡിലെ പ്രമുഖ വ്യക്തികളോട് അദ്ദേഹം നന്ദി പറയുക എന്നത് തന്നെയാണ് ഈ കൂടിക്കാഴ്ചയുടെ ഒരു ഉദ്ദേശം എന്ന് നമുക്ക് മനസ്സിലാവുന്നു. പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച മറ്റൊരു ദിവസത്തേക്ക് 26-ാം തീയതിയിലേക്ക് മാറ്റി എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇനിയുള്ള കൂടിക്കാഴ്ചയിൽ വളരെ പ്രാധാന്യമറിയിക്കുന്നത് സോണിയാഗാന്ധിയുമുള്ള കൂടിക്കാഴ്ചയാണ്. കാരണം ആരോഗ്യസ്ഥിതി മോശമായതിനാൽ സോണിയാഗാന്ധി കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യക്തിപരമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകാറില്ല. കഴിഞ്ഞ തവണ KPCC മുൻ അധ്യക്ഷന്മാരും അല്ലെങ്കിൽ വി ഡി സതീശനും വന്നപ്പോൾ പോലും കൂടിക്കാഴ്ചക്ക് സോണിയാഗാന്ധി അനുമതി നൽകിയില്ല. എന്നാൽ ഇന്ന് കൂടിക്കാഴ്ചക്ക് അനുമതി നൽകിയിരിക്കുന്നു. നേരത്തെ 11 മണിക്കായിരുന്നു, 11:30 മണിക്കാക്കി കൂടിക്കാഴ്ച മാറ്റിയിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ പിന്നെ പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ വി ഡി സതീശൻ ഖാർഗെയുടെ വസതിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷ്വൽസ് നമുക്കിപ്പോൾ കാണാൻ കഴിയും, ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. കൊണ്ടും അരമണിക്കൂർ നേരം വി ഡി സതീശൻ ഖാർഗെയുമായി ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹം പ്രതികരിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. കാരണം അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നാണ് വ്യക്തമാക്കിയത്. ഏതായാലും ഒരു കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുക, എന്നാൽ ചർച്ച വളരെ ഊഷ്മളമായിരുന്നു എന്നാണ് അദ്ദേഹത്തോട് ഒടുപ്പമുള്ളവർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം കേരള ഹൗസിലേക്ക് തിരിച്ചു പോവുകയാണ്. കാരണം 11:30 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ സോണിയാഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. അത് കഴിഞ്ഞാൽ അദ്ദേഹം കേരളത്തിലേക്ക് പോകുമെന്ന് തന്നെ സനീഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ കൂടിക്കാഴ്ചയിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ കൂടിക്കാഴ്ച വളരെ നിർണായകമാണ്. സനീഷ്, ശരി. മല്ലികാർജ്ജുൻ ഖാർഗെയെ കണ്ടിരിക്കുന്നു വി ഡി സതീശൻ മുഖ്യമന്ത്രി. അദ്ദേഹം കണ്ടതിൻ്റെ ആ ദൃശ്യങ്ങൾ, ഫോട്ടോ ആണ് നമ്മൾ കാണുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയുമായിട്ട് കുറച്ച് നേരം നീണ്ടു നിന്നു അദ്ദേഹത്തിൻ്റെ ചർച്ച. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒന്നിച്ച് സോണിയാഗാന്ധിയെ കാണും. ഇവിടെ ശരത്ത്, രാഷ്ട്രീയമായിട്ട് കൂടെ ചില കാര്യങ്ങൾ സംസാരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. പ്രത്യേകിച്ചും മല്ലികാർജ്ജുൻ ഖാർഗെയുമായിട്ട് പാർട്ടി അധ്യക്ഷനുമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച കഴിഞ്ഞു. കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടെ സ്വാഭാവികമായിട്ടും ചർച്ചയാകും. എന്ന് മാത്രമല്ല KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയൊക്കെ ഒരല്പം ഉടക്കി നിന്ന സാഹചര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അപ്പോൾ ഭരണം മികച്ച തോതിൽ മുന്നോട്ട് പോകണം എന്ന ഉപദേശമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും ഒക്കെ വി ഡി സതീശനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലേ? അതെ സനീഷ്, അതുതന്നെയാണ്. കാരണം മല്ലികാർജ്ജുന ഖാർഗെ ഹൈക്കമാൻഡാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ ആദ്യ ചർച്ച KC വേണുഗോപാലിനെ പോയി കാണുന്നു. അതിനുശേഷമാണ് ഖാർഗെയെ കാണുന്നത്. ഖാർഗെ കൊടുത്ത ഉപദേശം അതുതന്നെയായിരിക്കും. ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും നോക്കേണ്ട, ഹൈക്കമാൻഡ് തങ്ങളുടെ കൂടെയുണ്ട് എന്നൊരു സന്ദേശമായിരിക്കാം വി ഡി സതീശന് കൊടുത്തത്. അത് അദ്ദേഹം തന്നെ അല്പസമയം കഴിഞ്ഞാൽ മാധ്യമങ്ങളെ കാണും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവും. ഏതായാലും ഗാന്ധി കുടുംബം, സോണിയാഗാന്ധി, അതേപോലെ
അതേപോലെ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ഇവർ മൂവരും ഒരുമിച്ചാണ് വി ഡി സതീശനെ കാണുന്നത് എന്നത് വളരെ പ്രത്യേകതയാണ്. കാരണം വി ഡി സതീശനെ തെരഞ്ഞെടുക്കുന്നതിൽ, മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ സോണിയാഗാന്ധി വഹിച്ചൊരു പങ്കുണ്ട്, പ്രിയങ്ക ഗാന്ധി വഹിച്ചൊരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ 10ാം നമ്പർ ജനപഥത്തിലെ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ വി ഡി സതീശനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഈ കൂടിക്കാഴ്ച. അതുകൊണ്ടാണ് നേരത്തെ സനീഷെ ഞാൻ പരാമർശിച്ചത്, സോണിയാഗാന്ധി കോൺഗ്രസ് നേതാക്കളെ കാണാറില്ല. ഇത് വളരെ നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാക്കളെ കാണാറില്ല, മുൻ പ്രസിഡന്റുമാരെ കാണാറില്ല. അതുകൊണ്ട് തന്നെ സനീഷെ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ രാഷ്ട്രീയമാനമുണ്ട്. കേരളത്തെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിലെ 1ാം കുടുംബത്തിലെ പിന്തുണ വി ഡി സതീശനാണെന്ന് ഒരിക്കൽ കൂടി പറയുന്ന കൂടിക്കാഴ്ചയാണ്. അത്തരത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സന്ദർശനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹം കണ്ടു. മല്ലികാർജ്ജുൻ ഖാർഗെയും വി ഡി സതീശനും തമ്മിലുള്ള ഫോട്ടോകൾ വി ഡി സതീശൻ്റെ ഓഫീസ് തന്നെയും പുറത്ത് വിടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സോണിയാഗാന്ധിയെ കാണുകയാണ്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒപ്പം ഉണ്ടാകും. രാജ്യത്തെ ഏറ്റവും വലിയ പഴക്കം ചെന്ന, ഏറ്റവും പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയായ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള സർക്കാരുള്ള സ്ഥലമാണ് കേരളം. ഇപ്പോൾ ഏറ്റവും ശക്തമായ സർക്കാരിനെ നയിക്കുന്ന സംസ്ഥാന മുഖ്യമന്ത്രി വി ഡി സതീശൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ കാണുകയാണ് അവിടെ ഡൽഹിയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച കൂടെ ഇന്ന് നടക്കുമെന്നാണ് നേരത്തെ കരുതിയിരുന്നതെങ്കിലും അത് പിന്നീടാണ് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇന്ന്